ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായം സാഖ്യ യോഗ. 2-ാമത്തെ അധ്യായത്തിലെ 16 ശ്ലോകങ്ങൾ വരെ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ 17-ാമത്തെ ശ്ലോകവും 18-ാമത്തെ ശ്ലോകവും പഠിക്കാം. ആദ്യം 17-ാമത്തെ ശ്ലോകം നോക്കാം. ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. അവിനാശിതു തദ്വിദ്ധി ഏന സർവമിദം തദം വിനാശമവ്യയ സ്യാസ്യന കശ്ചിത് കർതു അർഹതി. അർത്ഥം നോക്കാം. അവിനാശി, നശിപ്പിക്കാൻ പറ്റാത്തത്. തു, തീർച്ചയായും. തദ് വിദ്ധി, അതാണ് തദ്വിദ്ധി എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് തദ് വിദ്ധി, ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് തദ്വിദ്ധി. തദ് എന്നാൽ അത്, വിദ്ധി അറിവ്. ഏന അർത്ഥം ആരാൽ, സർവം എല്ലാം, ഇദം അത്, തദം എല്ലായിടത്തും വ്യാപിച്ച, വിനാശം നശിപ്പിക്കൽ, അവ്യയസ്യാസ നാശമില്ലാത്ത, ന ഇല്ല, കശ്ചിത് ഏതൊരാൾക്കും, കർത്തും അർത്ഥം ചെയ്യുക, അർഹതി പര്യാപ്തമായ. ശ്ലോകാർത്ഥം: ഏതൊന്ന് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നുവോ അത് നശിപ്പിക്കാൻ പറ്റാത്തതാണ് എന്നറിയുക. അതിന് നാശം വരുത്തുവാൻ ഒരാൾക്കും സാധ്യമല്ല. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇവിടെ ഭഗവാൻ വലിയ ഒരു രഹസ്യമാണ് അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന ഏതൊരു വസ്തുവാണോ ആ വസ്തുവിന് യാതൊരു കാരണവശാലും നാശം സംഭവിക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഏത് വസ്തുവിനെയാണ് ഭഗവാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? ആത്മാവിനെയാണ് ഭഗവാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ ആത്മാവിനെ യാതൊരു കാരണവശാലും ആർക്കും നശിപ്പിക്കുവാൻ സാധ്യമല്ല. സർവവ്യാപ്തമായ അഖണ്ഡബോധമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വസ്തു. അതിന് ഉൽപ്പത്തിയോ നാശമോ ഇല്ല, കൂടുതലോ കുറവോ ഇല്ല. അതിന് കേടുവരുത്താൻ ആർക്കും സാധ്യമല്ല. ആ നിലയ്ക്ക് അർജുന, ഭീഷ്മാദികളുടെ ബോധസ്വരൂപമായ ആത്മാവിനെ ഉദ്ദേശിച്ചിട്ടാണ് നീ ദുഃഖിക്കുന്നതെങ്കിൽ അത് പരമവിഡ്ഢിത്തമാണ്. ആ ആത്മാവിനെ നിനക്കൊരിക്കലും നശിപ്പിക്കുവാൻ സാധിക്കുകയില്ല. നിനക്കെന്നല്ല, ആർക്കും തന്നെ നശിപ്പിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നീ യാതൊരു കാരണവശാലും ദുഃഖിക്കേണ്ടതില്ല. ആത്മാവിന് യാതൊരു കേടും സംഭവിക്കുന്നതല്ല. എന്നാൽ നശിക്കപ്പെടേണ്ടതായ ആ ശരീരം, ആ ആത്മാവ് ഇന്ന് പേറിയിരിക്കുന്ന ആ ശരീരം തീർച്ചയായിട്ടും അത് നശിക്കുക തന്നെ ചെയ്യും. പക്ഷേ അതിലടങ്ങിയിരിക്കുന്ന പരമമായ സത്യമായ ആത്മാവിനെ നിനക്കെന്നല്ല ആർക്കും തന്നെ നശിപ്പിക്കുവാൻ സാധിക്കുകയില്ല എന്ന് നീ അറിഞ്ഞുകൊള്ളുക എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് 18-ാമത്തെ ശ്ലോകം നോക്കാം. അന്തവന്ത ഇമേ ദേഹ നിത്യസ്യോക്താഹ ശരീരിണം അനാശിനോ അപ്രമേയസ്യ തസ്മാത് യുദ്ധസ്വ ഭാരത. അർത്ഥം നോക്കാം. അന്തവന്ത അർത്ഥം നാശമുള്ളത്, ഇമേ ഇത്, ദേഹ ശരീരം, നിത്യസ്യോ എന്നും നിലനിൽക്കുന്ന, ഉക്ത പറയപ്പെടുന്നു, ശരീരിണം ആത്മാവ്, അനാശിനോ
നാശരഹിതമായത്. അപ്രമേയസ്യ ധാരണയ്ക്ക് അതീതമായ. തസ്മാത് അതുകൊണ്ട് യുദ്ധസ്യ യുദ്ധത്തിനായിക്കൊണ്ട് ഭാരത ഭരത വംശജൻ. അല്ലയോ ഭരതവംശജനായ അർജുന, അർജുനനോട് പറയുകയാണ്, ആത്മാവ് നിത്യനും നാശരഹിതനുമാണ്. അതിനെ വഹിക്കുന്ന ഈ ശരീരം നശ്വരമാണ്. അതുകൊണ്ട് യുദ്ധം ചെയ്യുക എന്ന് ഭഗവാൻ അർജുനനോട് വീണ്ടും പറയുകയാണ്. അതായത് എൻ്റെ ജനങ്ങളെ ഞാൻ എങ്ങനെ വധിക്കും? എൻ്റെ ജനങ്ങൾക്ക് ദുഃഖമുണ്ടാകില്ലേ? അവർക്ക് ദുഃഖമുണ്ടായാൽ എനിക്ക് ദുഃഖമുണ്ടാകില്ലേ? അങ്ങനെ സ്വജനം എന്ന് പറഞ്ഞ് വിലപിച്ചുകൊണ്ടിരുന്ന അർജുനനോട് പറയുകയാണ്, അർജുന, നീ വിഷമിക്കണ്ട. നീ ക്ഷത്രിയനാണ്, നിന്റെ ധർമ്മമാണ് യുദ്ധം ചെയ്യുക എന്നുള്ളത്. ഇവിടെ നിന്റെ ജനം എന്ന് പറഞ്ഞ് നീ വിലപിക്കുന്നത് മൂഢത്വമാണ്. കാരണം ദ്രോണരിലും ഭീഷ്മരിലുമൊക്കെ അടങ്ങിയിരിക്കുന്ന ആ ആത്മാവിന് യാതൊരു കാരണവശാലും നാശം സംഭവിക്കുകയില്ല. ഇവിടെ ആ ശരീരം, ആ ആത്മാവ് അടങ്ങിയിരിക്കുന്ന ആ ശരീരം മാത്രമാണ് നശിക്കുന്നത്. അത് ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായും നശിക്കപ്പെടുക തന്നെ ചെയ്യും. ഇവിടെ നമ്മൾ ഓർക്കും, സാധാരണക്കാരായ മനുഷ്യർ സാധാരണ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ ഓർക്കും, അർജുനൻ ചെയ്യുന്നത് തെറ്റല്ലേ? കുരുക്ഷേത്ര യുദ്ധം തെറ്റല്ലേ? സഹോദരന്മാരെ, ഗുരുജനങ്ങളെ, അമ്മാവന്മാരെയൊക്കെ വധിക്കുന്നത് തെറ്റല്ലേ? അതിനേക്കാൾ ഭേദം എല്ലാം ഉപേക്ഷിച്ചിട്ട് കാട്ടിൽ പോകുന്നതല്ലേ? അങ്ങനെ അർജുനനും ചിന്തിച്ചു. ഇവിടെ ഭഗവാൻ എന്താണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? നീ നിന്റെ കർമ്മം ചെയ്യുക. ഇവിടെ യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് അർജുനൻ്റെ കർമ്മം. അതല്ലാതെ ഇപ്പം നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് കൊലപാതകങ്ങൾ നടക്കുന്നു, അത് നമ്മുടെ കർമ്മമല്ല. അച്ഛൻ മക്കളെ കൊല്ലുന്നു, ഭാര്യയെ കൊല്ലുന്നു, മക്കള് നമ്മൾ കാണുന്നില്ലേ, മാതാപിതാക്കളെ കൊല്ലുന്നു, അയലത്തുകാരെ കൊല്ലുന്നു, ശത്രുക്കളെ കൊല്ലുന്നു. ഇങ്ങനെ നമ്മൾ ശത്രുവായിട്ട് കണക്കാക്കിയിട്ട് നമ്മുടെ അപ്പുറത്തുള്ള ആളെ കൊല്ലുന്നു ചെറിയ കാര്യങ്ങൾക്ക്. അതല്ല നമ്മുടെ കർമ്മം. അത് നമ്മുടെ കർമ്മമായിട്ട് ആരും പറഞ്ഞിട്ടില്ല. എൻ്റെ ഉത്തരവാദിത്തമാണോ, എൻ്റെ കർമ്മമാണോ എൻ്റെ അച്ഛനെയും അമ്മയും കൊല്ലുക എന്നുള്ളത്, എൻ്റെ ഭാര്യയെ കൊല്ലുക എന്നുള്ളത്? അതെൻ്റെ കർമ്മമല്ല, അതെൻ്റെ ജോലിയല്ല. ഇവിടെ അർജുനൻ്റെ ജോലിയാണ് യുദ്ധം ചെയ്യുക എന്നുള്ളത്. അതല്ലാതെ വഴക്കിട്ടിട്ട് ദ്രോണാചാര്യരുടെ കഴുത്ത് വെട്ടി കൊല്ലുന്നതല്ല. കാരണം ഇവിടെ അർജുനൻ ക്ഷത്രിയനാണ്. ധർമ്മം സ്ഥാപിക്കുന്നതിന് വേണ്ടി, ഭൂമിയുടെ ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി ഭഗവാൻ അവതരിച്ചിരിക്കുകയാണ്. ഇങ്ങനെയൊരു യുദ്ധം ഉണ്ടായാൽ മാത്രമേ ഭൂമിയുടെ ഭാരം കുറയുകയുള്ളൂ. ഭൂമിയുടെ ഭാരം കുറച്ചു തരയണമേ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ദുഷ്ടന്മാരെ കൊണ്ട് എന്നും പറഞ്ഞ് ഭഗവാന്റെ അവതാരത്തിനു മുമ്പ് ഭൂമിദേവി ഒരു പശുക്കുട്ടിയുടെ രൂപത്തിൽ ബ്രഹ്മദേവനുമൊത്ത് വൈകുണ്ഠത്തിൽ ചെന്ന കഥ നമ്മൾ ഭാഗവതത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇവിടെ അവതരിച്ചത് പോലും. അപ്പം ഇങ്ങനെയൊരു യുദ്ധം ഇവിടെ അനിവാര്യമാണ്. ക്ഷത്രിയനായ അർജുനൻ്റെ ധർമ്മമാണ് ഇവിടെ യുദ്ധം ചെയ്യുക എന്നുള്ളത്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ കലിയുഗത്തിൽ യുദ്ധം ചെയ്യുക എന്നുള്ള കർമ്മം ആർക്കാണുള്ളത്? നമ്മുടെ നാട്ടിലെ പട്ടാളക്കാർക്കാണുള്ളത്. അവിടെ ഒരു ശത്രുവിനെ വധിക്കുന്നത് അത് അവരുടെ ധർമ്മമാണ്. ശത്രുവിനെ വധിച്ചു എന്ന് കരുതി അവരെ തൂക്കിക്കൊല്ലുവോ, കോടതിയിൽ വിചാരണ നേരിടുവോ? ഇല്ല. കാരണം അതവൻ്റെ ജോലിയാണ്. ആ ജോലി ചെയ്യാനാണ് ഇവിടെ ഭഗവാൻ എന്ത് ചെയ്തിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങൾ പോയി കൊല്ലാനല്ല. സാധാരണ ജനങ്ങളോട് നമ്മുടെ അച്ഛനെയും അമ്മയെയും ഗുരുജനങ്ങളെയും ഒക്കെ കൊല്ലാനല്ല ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. സാധാരണ ബുദ്ധി കൊണ്ട് അല്പബുദ്ധികൾ, അതായത് അവിടെ ഇവിടെയും കേട്ടിട്ട് എന്താണ് ഭഗവാൻ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കാതെ വെറുതെ ഭഗവത്ഗീതയെ കുറ്റം പറയുന്നവരാണ്. ഭഗവത്ഗീത പഠിച്ചാൽ നാളെ മുതൽ എല്ലാവരും വാളും പരിചയമായി പുറത്തേക്കിറങ്ങുമെന്ന് പറയുന്നത്. അതല്ല ഭഗവാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കർമ്മം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു അധ്യാപകൻ്റെ കർമ്മം എന്താണ്? നന്നായി കുട്ടികളെ സ്നേഹിക്കുക, അവരെ വിദ്യ അഭ്യസിപ്പിക്കുക. ഒരു ഡോക്ടറുടെ ഉത്തരവാദിത്തം എന്താണ്? ഒരു വക്കീലിൻ്റെ ഉത്തരവാദിത്തം എന്താണ്? അങ്ങനെ ഈ സമൂഹത്തിലെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ ഉത്തരവാദിത്തങ്ങളുണ്ട്, മക്കളുടെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ കടമകൾ ചെയ്യാനാണ്
ഭഗവാൻ ഇവിടെ നമ്മളോട് എല്ലാവരോടും പറഞ്ഞു തന്നിരിക്കുന്നത്. ഇവിടെ അർജുനനോട് പറയുന്നത് എന്താണ്? നീ നിന്റെ കർമ്മം ചെയ്യുക. ഇവിടെ നിന്നിൽ അർപ്പിച്ചിരിക്കുന്ന കർമ്മം എന്താണ്? യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. ആ കർമ്മം നീ ചെയ്യുക. അവിടെ എൻ്റെ ജനം എന്ന് ചിന്തിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അതാണ് പറയുന്നത്. ഒരു പട്ടാളക്കാരൻ യുദ്ധസ്ഥലത്ത് വെച്ച് ചിന്തിക്കുകയാണ്, അയ്യോ മനുഷ്യരെ കൊല്ലുന്നത് തെറ്റല്ലേ, ഇവരെൻ്റെ അയൽ രാജ്യക്കാരാണെങ്കിലും അവരെൻ്റെ സഹോദരങ്ങളല്ലേ, ഇങ്ങനെ ചിന്തിച്ച് അവിടെ യുദ്ധം ചെയ്യാതിരുന്നാൽ എന്താണ് ഫലം? അപ്പോൾ അതാണ് ഇവിടെ ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഭാഗവതം പഠിക്കുമ്പോഴും ഭഗവത്ഗീത പഠിക്കുമ്പോഴും അത് ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അല്ലാതെ അതിൻ്റെ ആ ഒരു മുകൾ ഭാഗം മാത്രം കേട്ടിട്ട് ഇങ്ങനെയായിരിക്കും ഭഗവാൻ പറഞ്ഞത്, അപ്പോൾ ഭഗവത്ഗീത തെറ്റാണ്, അത് വയലൻസ് ഉണ്ടാക്കുന്നതാണ്, അങ്ങനെ ചിന്തിക്കരുത്. നിങ്ങൾക്കിത് വിശദമായി ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾ ഇത് കേട്ടിട്ട് ഒരാൾക്കെങ്കിലും അതിൻ്റെ പൂർണ്ണമായ അർത്ഥം എന്താണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പുരാണങ്ങളൊക്കെ നമ്മൾ അതിൻ്റേതായ അർത്ഥത്തിലാണ് പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നത് മനസ്സിലാകുന്നുണ്ടോ? ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയണം. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.